ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ കരിയർ അത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞതാണ്. ഏറ്റവും വലിയ പ്രശ്നം പരിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ക്ലബ്ബ് തലത്തിലോ ദേശീയ തലത്തിലോ കളിക്കാൻ നെയ്മർക്ക് സാധിക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൽ സ്ഥിരമായിക്കൊണ്ട് നെയ്മറെ ലഭിക്കാറില്ല. പരിക്കുകൾ തന്നെയാണ് വില്ലനാവുന്നത്. ഏതായാലും വരുന്ന വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാറ്റ ഫോൽഹ എന്ന മാധ്യമം ബ്രസീലിലെ ആരാധകർക്കിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അവരുടെ സർവേയിലെ ചോദ്യം അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നായിരുന്നു. സർവേയിൽ പങ്കെടുത്ത 48% പേർ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തണം, അദ്ദേഹത്തെ വിളിക്കണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ 41% പേർ ഇതിന് എതിരഭിപ്രായം പ്രകടിപ്പിച്ചു. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് വിളിക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. 41% പേർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഭാഗം തന്നെയാണ്, വലിയൊരു കണക്ക് തന്നെയാണ്. ഇനി പ്രായത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ പ്രായമുള്ളവർക്കാണ് നെയ്മറുടെ കാര്യത്തിൽ കൂടുതൽ എതിരഭിപ്രായം ഉള്ളത്. അതായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ 53% ആളുകളും ആവശ്യപ്പെട്ടത് നെയ്മറെ വേൾഡ് കപ്പിന് വിളിക്കേണ്ടതില്ല, ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. 35% ആളുകൾ മാത്രമാണ് നെയ്മറെ പിന്തുണച്ചിട്ടുള്ളത്. അത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ കാര്യത്തിലാണ്. പ്രായം കുറഞ്ഞ ആളുകളാണ്, അഥവാ യുവാക്കളാണ് നെയ്മർ ജൂനിയറെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് ടാറ്റ ഫോൽഹയുടെ ആ ഒരു സർവേയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായക്കാർ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളിൽ വളരെ സജീവമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഈ സർവേകളിൽ ഒന്നും തന്നെ കാര്യമില്ല. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കാർലോ ആഞ്ചലോട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി നെയ്മർ തയ്യാറെടുക്കണം, അദ്ദേഹത്തിന് മുന്നിൽ സമയമുണ്ട് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.